ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. UDF ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ ഇ വേണുഗോപാല മേനോൻ സമരം ഉദ്ഘാടനം നിർവഹിച്ചു. UDF ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം UDF ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തെ പഞ്ചായത്ത് രാജ് നിയമം നടപ്പാക്കിയത് എന്നുള്ളത് നമുക്കറിയാം. 94, 93, 94 കാലഘട്ടത്തിലാണ് ശ്രീ രാജീവ് ഗാന്ധി നിർബന്ധം പിടിച്ചിരുന്ന ആ പഞ്ചായത്ത് രാജ് നിയമം അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് നടപ്പാക്കുവാൻ പല കാരണങ്ങളെ കൊണ്ടും കഴിഞ്ഞില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും 91 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ഗാന്ധിയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ പല കാര്യങ്ങളും പ്രസംഗിച്ചിരുന്നുവെങ്കിലും എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ അധികാരത്തിലെത്തിച്ചാൽ ആ അധികാരം ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയില്ല. ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നെ 10 മടങ്ങ് ശക്തിയോടുകൂടി ആ അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകും എന്നാണ് അദ്ദേഹം 91 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വന്ന് പ്രസംഗിച്ചത് നമുക്കറിയാം. നമ്മളിൽ പലരും തൃശ്ശൂർ തേക്കൻകാട് മൈതാനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുള്ളതാണ്. ശ്രീ PC ചാക്കോ ആണ് അന്ന് ജോൺ ആടുപാറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി TA രാധാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് ചെറിയാൻ, KP ഷാജി, A അസനാർ, PA അച്ഛൻകുഞ്ഞ്, K രാധാകൃഷ്ണൻ, പ്രദീപ് നമ്പ്യാത്ത്, ഗീത ഉണ്ണികൃഷ്ണൻ, T ഗിരിജൻ, KK സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു. സമരം നടന്നു വരികയാണ്. ഈ രാപ്പകൽ സമരം നടത്തുന്ന UDF നടത്തുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനെതിരെയാണ്. കേരളം മുത്തോട് മുടിച്ച് ഈ 6 വർഷക്കാലം ജനങ്ങളെ ദ്രോഹിച്ച് ഈ ഭരണം ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയി പിണറായി സർക്കാർ ജനങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഓരോ കടമയും ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. 5 വർഷം ഭരിച്ചു എന്നുള്ളല്ലാതെ 6 വർഷം ഭരിച്ചു എന്നുള്ളല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ഭരണം കൊണ്ട് നേട്ടമുണ്ടായത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ. ന്യൂസ് ഡെസ്ക് CCV.